കഴിഞ്ഞ സീസണിൽ ഒരു ഗാനിയൻകാരി മുമ്പ് ടീമിലേക്ക് എത്തുന്നു എന്ന വാർത്ത കേരള ജനതയ്ക്ക് കൊടുത്തത് പ്രതീക്ഷയുടെ കൂമ്പാരമാണ്. പലരും പടിയിറങ്ങിയ ആ മുന്നേറ്റ നിരയിലേക്ക് സാക്ഷാൽ ഗ്രീക്ക് ദേവന്റെ കൂടെ തൻ്റെ പ്രഹരങ്ങൾ കൊണ്ട് എതിർ ഗോൾ വലകളെ വിറപ്പിക്കാൻ അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഒരു ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ കറുത്തമുത്ത്. പക്ഷേ പ്രതീക്ഷകൾക്ക് അവസാനം നിരാശ മാത്രം ഫലമാക്കാൻ ആരംഭിക്കുന്നു. സീസണിലെ ഓരോ രാത്രികളോടും വിട പറയുമ്പോൾ ക്വാമി പെപ്ര എന്ന നാമം പലരും വെറുത്തു തുടങ്ങി. വിമർശനങ്ങൾ കൊണ്ട് അയാളെ പൊറുതി മുട്ടിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പെപ്ര ഒരു പരിഹാസ കഥാപാത്രമായി മാറി. അയാളുടെ കമൻറ്റ് ബോക്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അഴിഞ്ഞാട്ടം ആരംഭിച്ചു. പക്ഷേ എല്ലാത്തിനും മറുതി വരുത്തും വിധം അവസാന ഘട്ടത്തിലെ മത്സരങ്ങളിലേക്ക് അയാൾ മടങ്ങി വന്നു. കേരളക്കര ആർത്തിറമ്പിയ ഒരു തിരിച്ചുവരവായിരുന്നു. പിന്നീട് പെപ്രയുടെ അഴിഞ്ഞാട്ടമാണ് കേരളക്കര ആകമൊത്തം വീക്ഷിച്ചു കൊണ്ടിരുന്നത്. ഈ സീസണിലെ ഡ്യൂറന്റ് കപ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ തുറുപ്പ് ചീട്ടുകളിൽ ഒന്നായി മാറിയതും ക്വാമി പെപ്ര തന്നെയാണ്. ISLന് തുടക്കം കുറിക്കുന്നത് മുമ്പ് തന്നെ അയാൾ തൻ്റെ വെടികളെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് നെയിം ഈസ് ക്വാമി പെപ്ര. ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവിൻ്റെ നാമമാണ് ക്വാമി പെപ്ര എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രതീക്ഷകളുമായി കൊണ്ടുവന്നിട്ടുള്ളൊരു താരമായിരുന്നു. പക്ഷേ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പെപ്രയുടെ അടുക്കൽ നിന്ന് നമുക്ക് ഒരു തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഫുട്ബോൾ കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ പോയി തെറി വിളിച്ചിട്ടുള്ള ആൾക്കാരെ ഓർക്കുമ്പോൾ സങ്കടമാണ്. കമൻറ്റ് ബോക്സൊക്കെ ഓഫ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്കും അദ്ദേഹത്തെ പഞ്ഞിക്കിടുന്ന രീതിയിലുള്ള ആരാധകരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിൽ കൊണ്ട് തന്നെ ആയിരിക്കണം ഈ സീസണിലെ ഡ്യൂറന്റ് കപ്പിലേക്ക് ക്വാമി പെപ്ര പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ ഈ സീസണിൽ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു താരമായിരുന്നു. അതായത് പെപ്ര പോകും നമ്മളൊക്കെ കണക്ക് കൂട്ടിയിരുന്ന ഒരു താരമായിരുന്നു. ജൗഷോ സിറ്റീരിയോ അതല്ലെങ്കിൽ ദിമിത്രിയോസ് ദേമന്തക്കോസ് ആരെ ഒരാൾ ടീമിൽ നിൽക്കും. ക്വാമി പെപ്ര എങ്ങനെ വന്നാലും ടീം വിട്ടു പോകുമെന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഇനി പോവില്ല എന്നുള്ളതൊക്കെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ പെപ്ര കാണിച്ചിട്ടുള്ള പെർഫോമൻസ് കിടിലൻ പെർഫോമൻസാണ്. മിക്കായൽ സ്റ്റെഹ്റയുടെ ആ ഒരു അറ്റാക്കിംഗ് കളി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്വാമി പെപ്രയാണെന്ന് പറയാം. ടോപ്പിൽ ഒരു സ്ട്രൈക്കർ കൂടെ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും പെപ്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലേക്കാൾ ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സീസണ്. അതിൻ്റെ പ്രധാന ഉദാഹരണം ഡ്യൂറന്റ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം മുഹമ്മദ് ഐമന് നൽകിയിട്ടുള്ള ആ ഒരു അസിസ്റ്റ് തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം പെപ്രയെ സംബന്ധിച്ചിടത്തോളം ബോക്സിൽ നിന്നും ഒരുപാട് ചാൻസുകൾ കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെപ്രയാണ് നമ്മൾ ഇതിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കൂടുതൽ മാറിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ISL ഈ ഒരു സീസണിലേക്ക് ഒരു കൂട്ട് സ്ട്രൈക്കറിനെ തേടിയിട്ടാണ് ക്വാമി പെപ്ര ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം ഇപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കളിക്കാനായിട്ട് നോ സദോയി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രൈക്കർ വേണം. കാരണം സെക്കൻഡ് ഓപ്ഷനിലുള്ള ആ പന്തൊക്കെ ഇപ്പോഴും പെപ്ര മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു കൂട്ട് സ്ട്രൈക്കറെ നിർബന്ധമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂട്ട് സ്ട്രൈക്കറിനെ പോയിട്ട് ഒരു ടീമിലൊരു താരത്തെ പോലും എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഏകദേശം നല്ല രീതിയിൽ ചിപ്സൊക്കെ വിറ്റ് കഴിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു താരത്തെ ടീമിലെത്തിക്കാനായിട്ട് ഈ ചങ്ങായിമാർ കാണിക്കുന്നില്ല. നമുക്കൊക്കെ ഒന്നില്ലെങ്കിലും വീഡിയോ ചെയ്യണ്ടോ, നിങ്ങളൊരു താരത്തെങ്കിലും കൊണ്ടുവരും. എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പെപ്രയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ ബെല്ലൈക്കൺ നിൽക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടാം. ബൈ.